അഖിൽ മാരാറിൻ്റെ പറഞ്ഞല്ലോ, അഖിൽ മാരാറിൻ്റെ ഷോ ലാസ്റ്റ് ഇയർ നടന്നത് ആണല്ലോ, എല്ലാവരും സമ്മതിച്ചല്ലോ. ലാസ്റ്റ് ഇയർ നടന്ന ഷോൻ്റെ ഇപ്പോഴാണ് ഫീഡ്ബാക്ക് വരുന്നത്. എന്തുകൊണ്ട് ആ ലാസ്റ്റ് ഇയറിൽ തന്നെ ഈ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞില്ല? അപ്പം അങ്ങനെയല്ലല്ലോ, അഖിൽ മാരാർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് തന്നെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യണ്ടേ? മനസ്സിലായോ? അതാണ് എൻ്റെ പോയിന്റ്. താങ്ക് യു. മെയിൻ ഡിഗ്നറ്ററി ആൾക്കാരായിരുന്നു. സോ ദേ വോണ്ട് മീ ആസ് എ കണ്ടസ്റ്റന്റ്. ഇങ്ങനെ ഒരു പ്രവണതയൊക്കെ നടക്കുന്നതായിട്ട് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഈ അഖിൽ മാരാറിൻ്റെ പറഞ്ഞല്ലോ, അഖിൽ മാരാറിൻ്റെ ഷോ ലാസ്റ്റ് ഇയർ നടന്നത് ആണല്ലോ, എല്ലാവരും സമ്മതിച്ചല്ലോ. ലാസ്റ്റ് ഇയർ നടന്ന ഷോൻ്റെ ഇപ്പോഴാണ് ഫീഡ്ബാക്ക് വരുന്നത്. എന്തുകൊണ്ട് ആ ലാസ്റ്റ് ഇയറിൽ തന്നെ ഈ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞില്ല? അപ്പം അങ്ങനെയല്ലല്ലോ, അഖിൽ മാരാർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് തന്നെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യണ്ടേ? മനസ്സിലായോ? അതാണ് എൻ്റെ പോയിന്റ്. താങ്ക് യു. എല്ലാ എപ്പിസോഡ് കണ്ടിട്ടില്ല, കാരണം ഇപ്പം വന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഒന്ന് ഓക്കെ ആവാനായിട്ട് വിത്ത് ഫാമിലി ആൻഡ് എൻ്റെ ഒരു മൂവി ലോകം ഉണ്ട്, അപ്പോൾ അതിലേക്ക് കം ബാക്ക്. കേട്ടില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് വെൽക്കം കിട്ടി അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. എല്ലാവർക്കും നല്ല സ്നേഹം, നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. കാരണം എനിക്ക് എയർപോർട്ടിൽ കിട്ടിയ റെസ്പോൺസ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും കിട്ടുന്ന റെസ്പോൺസ് കണ്ടിട്ട് ഐ ഫീൽ ഇപ്പൊ ഒന്നും വരേണ്ട ആളല്ലായിരുന്നു. ഈ അഖിൽമാരുടെ വിവാദ പരാമർശങ്ങളാണ് പ്രതികരിക്കുന്നത്. ഞാൻ അതിന്റെ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പുള്ളി പറഞ്ഞൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ബട്ട് അത് എനിക്ക് അതിൽ ഒരു ഇതുമില്ല എന്ന് ക്ലിയറാണ്. ഞാൻ ക്ലിയറാണ്. ഞാൻ അതിലേക്ക് അധികം ചെതഞ്ഞു കയറിയിട്ടില്ല. സോ ഐ ഡോണ്ട് നോ. ഈ ജാസ്മിൻ ഗബ്രി പ്രണയമൊക്കെ ആദ്യം തുടക്കം പോലെ തന്നെ അവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്തൊരു സിനിമയുടെ എന്റെ അറിവില് എനിക്ക് അറിയാവുന്ന ഒരു ട്രൂ ലവ് അങ്ങനെയല്ല. സോ എനിക്കറിയില്ല, അത് അവരുടെ ലൈഫ്, അവരുടെ ലൈഫാണ്. ഐ ഡോണ്ട് നോ. ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു.